എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്നും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ പൊന്നാങ്കണ്ണി ചീരയിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ പൂപ്പൽ ബാധ, വെള്ളീച്ച, മിലിബഗ് എന്ന് വേണ്ട ഈ വക കീടങ്ങളുടെ ആക്രമണം നേരിടുന്ന ഒരു ചെടിയാണ് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് മറ്റ് അസുഖങ്ങളോ അല്ലെങ്കിൽ രോഗബാധകളോ ഒന്നും അധികം ഇല്ലെങ്കിൽ തന്നെ ഇത് ഒരു വലിയ പ്രശ്നമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ അത് വ്യാപകമായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തി ചെടി നശിച്ചു പോകും. അപ്പോൾ ഞാനിത് പറയാൻ കാരണമുണ്ട്. ഈ പൊന്നാങ്കണ്ണി ചീര ഞാൻ ഒരുപാട് സ്ഥലത്ത് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിപ്പോൾ കൃഷി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ ഇത് മുഴുവനായിട്ടും വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. കണ്ടോ, ഈ വെള്ള നിറത്തിലുള്ളതാണ് ഈ പറഞ്ഞ അസുഖം. ഇതിന് ചെയ്യാവുന്ന എളുപ്പ വഴിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആദ്യം ഇത് വരാതിരിക്കാനുള്ള മാർഗം ഏതാണെന്ന് ഒന്ന് പറയാം. അതിനുശേഷം ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന ഈ ലിക്വിഡ് നമുക്കൊരു 5 തുള്ളി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ചെടികൾക്ക് അടിച്ചു കൊടുക്കുക. അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കീടബാധ ഉണ്ടാകില്ല. ഇത് പൊന്നാങ്കണ്ണിക്ക് മാത്രമല്ല, എല്ലാത്തിനും ബാധകമാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് മറ്റൊന്നാണ്, ഈ വേപ്പെണ്ണയാണ്. വേപ്പെണ്ണ മിശ്രിതം 5 തുള്ളിയല്ല വേണ്ടത്, 5 ml ആണ്. അതായത് ഈ അടപ്പിൽ ഒരടപ്പുണ്ടെങ്കിൽ 5 ml ഉണ്ടാകും. അപ്പോൾ ആ 5 ml വേപ്പെണ്ണ എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുക. ഇത് രണ്ടും കീടബാധ വന്നതിന് ശേഷം ചെയ്യേണ്ടതല്ല, വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. വേപ്പെണ്ണ 2 തരമുണ്ട്. കൃഷിക്ക് ഉപയോഗിക്കാവുന്നതുകൊണ്ട് നമ്മുടെ വയറ്റിലേക്ക് ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതുണ്ട്. അപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണെങ്കിൽ അതിൽ നമ്മൾ ലയിപ്പിക്കേണ്ട, നേരിട്ട് ഉപയോഗിക്കാം. ഭക്ഷണത്തിനുള്ള വേപ്പെണ്ണയാണെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു കഴിഞ്ഞാൽ നമുക്കത് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല. വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെല്ലില്ല, മുകളിൽ മാത്രം പൊങ്ങിക്കിടക്കുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് സോപ്പ് ലായനിയിലേക്ക് ഈ വേപ്പെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും പിടിക്കും. അതിന് ശേഷമേ അതിൽ പച്ചവെള്ളം ഒഴിക്കാവൂ. അപ്പോൾ നമ്മളത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു അബദ്ധം പറ്റിയ ഒരു തവണ ഞാൻ വേപ്പെണ്ണ വാങ്ങിച്ചു. അത് കൃഷിക്കൊന്നും പറഞ്ഞല്ല, തുടക്കത്തിലാണ്. പിന്നീടാണ് 2 തരം വേപ്പെണ്ണ ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു കഴിഞ്ഞ്, വേപ്പെണ്ണ വാങ്ങിച്ചു. അത് വെള്ളത്തിൽ ഒഴിച്ചു കഴിഞ്ഞപ്പം പൊങ്ങിക്കിടക്കുന്നില്ല, എണ്ണയുടെ മാതിരിയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ 2 തരത്തിലുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി, ഇത് ഭക്ഷണയോഗ്യമായ വേപ്പെണ്ണയാണ്, അതാണ് അങ്ങനെ വന്നത്. മറ്റേ ചെടികൾക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്ന വേപ്പെണ്ണയൊക്കെ ആണെങ്കിൽ അത് ശുദ്ധീകരിക്കുകയല്ല, അതിൽ വേറെ കെമിക്കലൊക്കെ ചേർത്തിട്ട് അത് വെള്ളത്തിൽ ലയിക്കുന്ന രീതിയിലാക്കിയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് രോഗം ബാധിച്ചതുകൊണ്ട് ഇത് രണ്ടും പറ്റില്ല. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത് മാജിക് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. ഇത് ബെസ്റ്റ് മരുന്നാണ്. ഇത് കെമിക്കലാണെന്ന് ചോദിച്ചാൽ കെമിക്കലല്ല, എന്നാൽ ഓർഗാനിക്കാണോ അതുമല്ല, സെമി സിന്തറ്റിക്കാണ്. ചെറിയ രീതിയിൽ രാസവസ്തുവൊക്കെ അടങ്ങിയിട്ടുണ്ടാവണം. അതിൽ പ്രത്യേകിച്ച് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല രാസവസ്തുവാണ് അല്ലെങ്കിൽ ഓർഗാനിക്കാണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടി നമ്മളത് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഇത് 5 തുള്ളിയാണ് എടുക്കേണ്ടത്. നമ്മുടെ
ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ അളവിൽ തന്നെയാണ് 5 തുള്ളിയാണ് എടുക്കേണ്ടത്. ഞാൻ സ്ഥിരമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. നല്ല ഒരുപാട് വർഷമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല കമ്പനിയാണ്, നല്ല മരുന്നുമാണ്. ഇത് 5 തുള്ളി 5 ml എടുത്തിട്ട് അല്ല 5 ml അല്ല 5 തുള്ളിയാണ് വേണ്ടത്. മാജിക്കാണിത്. 5 തുള്ളി പെശകിപ്പോയതാണ്. 5 തുള്ളിയാണ് എടുക്കേണ്ടത്. 5 തുള്ളി എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിക്കുക. ഇത് ജീവനുള്ള സംഭവമാണ് കേട്ടോ. അത് നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ സിറം വരും, ഒരു സിറം വരുന്നത് കാണാം. ജീവനുള്ളതാണ്. അപ്പോൾ അത് അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇടവിട്ട് ദിവസങ്ങളിൽ അടിക്കണം. ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ നാളെ അടിക്കേണ്ട, മറ്റന്നാൾ അടിക്കണം. അങ്ങനെ ഒരു 5 തവണ തുടർച്ചയായിട്ട് 10 ദിവസം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ കീടബാധ കംപ്ലീറ്റ് മാറിക്കിട്ടും. കുറേ തിരക്കിലൊക്കെ പെട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് പൊന്നാങ്കണ്ണിക്ക് അങ്ങനെ വന്നത്. ഇത് ഒരു കുഴപ്പമില്ലാത്തതാണ്. ഇതിനൊക്കെ അങ്ങനെ ഞാൻ അടിച്ച് മാറ്റിയെടുത്തതാണ്. കണ്ടോ, എല്ലാത്തിലും എൻ്റെ വീട്ടിലുള്ള എല്ലാത്തിലും ഇത് ബാധിച്ചിരുന്നു. കാരണം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇതിന് യാതൊരു കുഴപ്പമില്ല. ഇത് പൊന്നാങ്കണ്ണിയാണ്. ഇത് ഞാനത് അടിച്ച് മാറ്റിയെടുത്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ് 2 ആഴ്ചയായി ഇതിന് സ്ഥിരമായിട്ട് ഇങ്ങനെ നേരത്തെ പറഞ്ഞ മാതിരി മരുന്ന് അടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇതിന് യാതൊരു കുഴപ്പമില്ല. നിങ്ങളും അപ്പോൾ അതുപോലെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.